മിശിഹായിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, രത്നം ഓരോ മനുഷ്യൻ്റെയും അകത്താണിരിക്കുന്നത്. എന്നാൽ നാം പുറത്താണ് അത് തിരയുന്നത്. അത് അവൻ്റെ അന്തസത്തയാണ്. നാം അതിനെ എല്ലായിടത്തും അന്വേഷിക്കുന്നു, എന്നാൽ നമ്മുടെ ഉള്ളിൽ മാത്രം തിരയുന്നില്ല. തത്വചിന്തകനായ ഓഷോ തൻ്റെ ജീവിതത്തിൽ പറഞ്ഞു വെച്ച വാക്കുകളാണിത്. സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്, ഓൾ മാൻ ഹാസ് ദ എബിലിറ്റി ടു ഓവർകം ഹിസ് ടെംപ്റ്റേഷൻസ്. അതായത് ഓരോ മനുഷ്യനും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനായിട്ടുള്ള ശക്തി അവൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ചിന്തിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടുകൂടെ ചെയ്യുന്നവർ വിശുദ്ധരായി തീരും. വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടുകൂടെ ചെയ്യുന്നവർ വിശുദ്ധരായി തീരും. ഇന്ന് ദിവ്യരക്ഷക സന്യാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസമാണ്. തൻ്റെ ജീവിതത്തിലെ രത്നമായ വിശുദ്ധിയെ കണ്ടെത്തി തൻ്റെ മരണത്തോളം അതിനെ കാത്തു സൂക്ഷിച്ച് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയാണ് ഗ്യാസ്പർ സ്റ്റാൻഡ്സിംഗർ. 1871 തെക്കൻ ജർമ്മനിയിൽ 16 മക്കളിൽ രണ്ടാമനായി ജനിച്ച ഗ്യാസ്പർ സമ്പന്ന കർഷകനായിരുന്ന അപ്പനിൽ നിന്നും കഠിനാധ്വാനവും തൻ്റെ അമ്മയിൽ നിന്നും കൈനിറയെ ദൈവഭക്തിയും നന്നേ ചെറുപ്പത്തിൽ സ്വന്തമാക്കിയിരുന്നു. സാധാരണക്കാർക്ക് മനസ്സിലാക്കാനും അനുകരിക്കാനും ഏറ്റവും എളുപ്പമുള്ള ഒരു പുണ്യാത്മാവായിരുന്നു ഗ്യാസ്പർ. ക്രിസ്തു കേന്ദ്രീകൃതമായിരുന്നു ഗ്യാസ്പറിന്റെ ജീവിതം എന്നുള്ളതായിരുന്നു ഗ്യാസ്പറിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കിയിരുന്ന ഒരു പ്രധാന ഘടകമെന്ന് പറയുക. പ്രഥമ ദൃഷ്ട്യ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അസാധാരണമായി ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ലെങ്കിലും ആളുകൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നു, അദ്ദേഹം ഒരു വിശുദ്ധനാണ്. മറ്റു ചിലർ അദ്ദേഹത്തെ പറ്റി അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു, എനിക്കും അദ്ദേഹത്തെ പോലെ ആകണം. പ്രിയമുള്ളവരെ, വെറും 28 വർഷങ്ങൾ മാത്രം ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ച് അധികകാലം കഴിയുന്നതിന് മുൻപ് തന്നെ ഗ്യാസ്പർ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ആളുകളുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും ഉത്തരം നൽകിയിരുന്നു. സന്യാസം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച വ്യക്തിത്വമാണ് വാഴ്ത്തപ്പെട്ട ഗ്യാസ്പർ. സന്യാസം എല്ലാവർക്കും ജീവിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. സന്യാസത്തെ പറ്റി ഓർക്കുമ്പോൾ ഒരു കഥ ഓർമ്മ വരികയാണ്. ഭാര്യയും ഭർത്താവും വളരെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ കുടുംബങ്ങളിൽ കണ്ടുമുട്ടുന്നത് പോലെ ചെറിയ ചെറിയ വഴക്കുകൾ അവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. ആ വഴക്കുകളുടെ എല്ലാം അവസാനം ഭർത്താവ് ഭാര്യയെ പീഡിപ്പിക്കാനായിട്ട് ഇങ്ങനെ പറയും, ഞാൻ സന്യസിക്കാനായിട്ട് പോകും, അല്ലെങ്കിൽ നീ മര്യാദയ്ക്ക് ജീവിച്ചു കൊള്ളണം. ഇങ്ങനെ സഖി കേട്ട് ഭാര്യ ഒരിക്കൽ തൻ്റെ സഹോദരിയോട് ഈ കാര്യം പറയുകയാണ്. അപ്പോൾ തൻ്റെ സഹോദരി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, ഇനി അദ്ദേഹം ഇങ്ങനെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ സന്യാസിക്കാനായിട്ട് അനുവദിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ വീട്ടിൽ കറിക്ക് ഉപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് ഭാര്യയെ ശകാരിക്കുന്നത്. ഭാര്യയോട് പറഞ്ഞു, വേഗം എനിക്ക് വേറെ കറി ഉണ്ടാക്കി കൊണ്ടുവരിക, അല്ലെങ്കിൽ ഞാൻ ഈ നിമിഷം സന്യസിക്കാനായിട്ട് പോകും. ഭാര്യ തൻ്റെ സഹോദരിയുടെ വാക്ക് മാനിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം സന്യസിക്കാനായിട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ അങ്ങ് ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി സന്യസിക്കാനായിട്ട് പോവുക. ഞെട്ടലോടെ ഈ വിവരം കേട്ട ഭർത്താവ് ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. ഭർത്താവ് വിചാരിച്ചു ഭാര്യ പിന്നിൽ നിന്നും വിളിക്കുമായിരിക്കുമെന്ന്. പക്ഷെ ഭാര്യ വിളിക്കുന്നില്ല. വൈകുന്നേരമായി ആരും അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചു വരുന്നില്ല. സന്ധ്യയായി ആരും അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചു വരുന്നില്ല. വീണ്ടും രാത്രിയായി. രാത്രിയുടെ യാമങ്ങളിൽ അദ്ദേഹം തിരിച്ച് തലകുനിച്ച് സന്യസിക്കാൻ കഴിയാതെ തിരിച്ച് വീട്ടിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഓഷോ തൻ്റെ ജീവിതത്തിൽ ഈ കഥ ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ സന്യാസം എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള ഒരു വലിയ കാര്യമല്ല. മറ്റുള്ളവര് ഒരു കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ചുറ്റുമുള്ള ഒരു സമൂഹത്തിൽ മാത്രം തങ്ങളുടെ ഹൃദയം മുടക്കി പോകുമ്പോൾ സന്യാസം
ഈ ലോകം മുഴുവനും കീഴടക്കാനുള്ള ഒരു ഹൃദയത്തെ ആക്കി മാറ്റുകയാണ്. അല്ലെങ്കിൽ അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിളിയാണ് എന്നാണ് ഓഷോ ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നത്. ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുക വിശുദ്ധിയിലേക്കാണ്. വാഴ്ത്തപ്പെട്ട ഗ്യാസ്പറിനെ പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ രക്തമായ വിശുദ്ധിയെ കണ്ടെത്തി അത് നമ്മുടെ ജീവിതത്തിൽ കാത്തുപാലിക്കാൻ നാമും കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ പോലെ എളിമയുള്ളതും അതോടൊപ്പം തന്നെ വിശുദ്ധിയാർന്നതുമായ ഒരു ജീവിതം നമുക്കും നയിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആമേൻ.